3 മാസം കഴിഞ്ഞ് വരാനുള്ള Danny and Rosie is going back to Abu Dhabi. Bye bye. എന്നേക്ക് bye bye. അല്ല അടുത്ത ആഴ്ച വന്നതില്ല. Hey guys, welcome back to YouTube channel. അപ്പോൾ ഗൈസ് ഇന്നാണ് വോട്ടിടേണ്ട ദിവസം ഗൈസ്. പിന്നെ എൻ്റെ ഇതൊക്കെ എല്ലാം കുഴപ്പമില്ല, ഞാനിപ്പോൾ ലോകയാണ്, എല്ലാം സെറ്റായിരിക്കുന്നു. അപ്പോൾ ഇന്നാണ് എൻ്റെ ഫസ്റ്റ് വോട്ട് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വോട്ടിടാൻ പോകുന്നത്. അവിടെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നിനക്ക് വോട്ടുണ്ടോ ഗൈസ്? എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോടാ, എനിക്കെല്ലാം പറഞ്ഞു തരണേ. എവിടെ പോയി എന്ത് ചെയ്യണോ? ആദ്യം തോട്ടല്ലേ ഇവിടെ വലിയ മിശയായിരിക്കും. ആദ്യം അതിൽ കുമ്പിടണം. നീ ആർക്കോട്ടിടാമോ? വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്. വോട്ടിട്ടെങ്കിൽ പറയേ പരസ്യം കാണിക്കയില്ലല്ലോ, രഹസ്യമായിട്ടല്ലേ ഇട്ടിട്ട് അവരെ വിളിക്കാത്ത ആദ്യത്തെ വോട്ടല്ലേ എന്തിന് പാളയങ്ങളെ. ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ. ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും, എങ്ങും അങ്ങും വരെയൊക്കെ തിരക്കായിരിക്കും. പക്ഷെ ആൾക്കാർ തിരക്കൊന്നുമില്ല. മാത്രമല്ല പ്രായം കുറഞ്ഞ ഒരാൾ വോട്ടിടാണ്ടി വരും. നോക്ക് ആദ്യമായിട്ട് ലോട്ട് നീ അടുത്ത പ്രാവശ്യം വരുമ്പോ എല്ലാം ചെക്ക് ചെയ്യണ്ടില്ല. നോക്ക് കേട്ടു നിനക്ക് 155. ആർക്കിട്ട് ആർക്കെന്ന് പറയും അത് പറയത്തില്ല. അവിടെ പോയിട്ട് ഞാൻ ഇവരെ നോക്കി എന്ത് ചെയ്യണം എനിക്ക് അവിടെ പോയിട്ട് കൊച്ചപ്പോറെ എന്നിട്ട് ഞാൻ കുത്തിയിട്ട് നിക്കണ്. ഒരു ശബ്ദം കേക്കട്ടെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണം. കൊച്ചപ്പറ ഇത്തിരി വൃത്തിക്കൊക്കെ ഇട്ടൂടെ? അത് തന്നെ കഞ്ഞിയോട്ട് എല്ലാവർക്കും മുട്ട കൊടുക്കണം. എനിക്ക് മാത്രം നമ്മുടെ പാർട്ടി തന്നെ. നമ്മളെ പാർട്ടി ജയിക്കുമല്ലോ എന്തായാലും. നമ്മളെ പാർട്ടി ജയിക്കുന്ന പാർട്ടി നമ്മളെ പാർട്ടി. ഇന്നത്തെ ചൂടിൽ ഇങ്ങനെ നമുക്ക് വെയിലത്തൊന്നും നിക്കാൻ പറ്റത്തില്ല. ഞാൻ വന്ന് കേറി ഓട്ടിട്ട് ഇറങ്ങി, അത്ര തന്നെ എനിക്കുണ്ടായിരുന്നു. നിന്നെ ഫ്രണ്ടിൽ കയറ്റിയത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് മാത്രം അറിയില്ല. ഒരാഴ്ച കിടക്കാൻ വൃത്തി കിട്ടിയല്ല. ഈ നഖം വെട്ടും തോറും അത് നീ ഇങ്ങനെ നീങ്ങി അങ്ങ് പോകും. അങ്ങനെ അല്ലാതെ പോത്തില്ല. വേറൊരു വഴിയുണ്ട്, പറഞ്ഞുതരാം. ഇതെന്തരി ഇത് ഇതിന്റെ രണ്ടിന്റെ നമ്മളെ ബൂത്തിൽ കറക്റ്റായിട്ട് കിട്ടിയേ. വോട്ടിടാതിരിക്കുന്നതിന്റെ അഭിപ്രായം എന്താണ്? വോട്ടിടാതിരിക്കാൻ പാടില്ല, എല്ലാരും വോട്ടിടണം. തെറ്റാണ്, നമ്മുടെ അവകാശം. ചുട്ടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് മാതകളയരുതമ്മിണി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ. ആദ്യമായി വോട്ടിടാൻ പറ്റി എനിക്ക്. ഞാനൊരു ഞാനൊന്നാ എനിക്ക് നിറ വോട്ട് കിട്ടുമോ? 12 നമ്മളെ വീട്ടിൽ നിന്ന് 50 വോട്ടുണ്ട്. അത് കിട്ടും. നിങ്ങൾ പറയൂ, ഞാൻ ഇലക്ഷൻ നിന്നാ നിങ്ങൾ എന്നെ വോട്ടിടുമോ? ഇന്നത്തെ ദിവസം എന്ത് പ്രത്യേകത? എത്ര വർഷം? അപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഇന്ന്? ബിരിയാണി വാങ്ങിച്ചിട്ടൊന്ന് കേക്ക് മാത്രം വാങ്ങിച്ചാ മതിയാ? വേറെ ഒന്നും വാങ്ങിക്കണ്ടേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയടാ വാങ്ങിക്കാൻ വേണ്ടി. മോതിരം വാങ്ങിക്കാൻ? മോതിരം വാങ്ങിച്ചാ മതിയാ? പോവാം. എന്റെ അമ്മയുടെ കല്യാണ ദിവസമാണ് വെഡിങ് ഡേ. അമ്മക്ക് ഇപ്പൊ എന്ത് നൽകണം? അയ്യോ അയ്യോ അയ്യോ, ബഡ്ജറ്റ് കൂടുന്നു. എടാ മോനെ ഒന്ന് പറ. ഭഗത് മാസിൽ എല്ലാം നിറം ഇട്ടിരുന്നല്ല, അതുപോലെ എടുക്കാനാ? Happy wedding anniversary. Happy wedding anniversary. അത് സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് വേണ്ട, ആന്റി രാവിലെ വിഷമത്തിലിരിക്കുന്ന ഞങ്ങൾ എല്ലാരും കണ്ട്. ഇല്ലടാ, പറഞ്ഞു കൊടുക്കാം. അമ്മയ്ക്ക് സുഖമില്ലല്ലോ. സുഖമുണ്ട്. സർപ്രൈസ് തരൂ.
സെലക്ട് ചെയ്തത്? ഹാപ്പി ആയാണ് ഭാവി. രാവിലെ ആയിട്ടും വോട്ടിടേണ്ട ദിവസം അല്ല ഗൈസ്, ഞാൻ വോട്ടിടത്തില്ല എന്ന് അന്നേ തീരുമാനിച്ചാണ്. ആർക്ക് വോട്ടിട്ടാലും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്കത് തോന്നിയുള്ളൂ. ഈ സാധനം വരുമ്പോൾ ആ ഒരു ഇതറിയാമോ? വെറുതെ എന്തിനു കഷ്ടപ്പെട്ട് വെയിലത്ത് നിന്ന് വോട്ടിടാൻ വേണ്ടി? ഞാൻ സത്യം പറഞ്ഞുതരാം, ആർക്കെങ്കിലും വോട്ടിടും. അവർ ആദ്യത്തെ 2 മാസം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള സമയമെല്ലാം അവർ എന്തെങ്കിലുമൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടയിൽ കൊണ്ട് കൊടുത്തോ? പിന്നെ പറ. ഒരു ഇന്ത്യൻ പൗരമയാണ് നമ്മള്. നമുക്ക് അവകാശപ്പെട്ടതാണ് ഒരു വോട്ട്. അല്ല അങ്ങനെ ഫസ്റ്റ് കന്നി വോട്ടല്ലേ? നീ നല്ലൊരാൾ ഓട്ടായതുകൊണ്ടാണ് ഞാൻ നല്ല രീതിക്ക് ചിന്തിച്ചു. ആര് പ്രവർത്തിക്കുമ്പോ അവർക്ക് വോട്ടിടുക. അത്ര ആര് പ്രവർത്തിച്ച് നിങ്ങൾ പറയും ധൈര്യം ഓപ്പൺ ആയിട്ട് നമുക്ക് തോന്നണമല്ല ഇയാള് നന്നായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഒരാൾ പറയുന്നേ, ഒരാളുടെ അങ്ങനെ പേര് പറയാൻ പറ്റൂല, പരസ്യമാകൂലേ. ആരും പ്രവർത്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇല്ല ഞാൻ പറയില്ല. അത് പറയാൻ പറ്റില്ല. അപ്പൊ അമ്മ അപ്പൊ നമ്മൾ വോട്ടിടാൻ പോണ്ടേ? അപ്പൊ ഇവരല്ലേ കാണിക്കണ്ട? ഇവരിൽ നിന്ന് നമുക്ക് അത് പോടാ, ഞാൻ പറയത്തില്ല. അത് ഒരു മനുഷ്യന്റെ ഒരു അവകാശമാണ് ആർക്കിടണോന്ന്. അത് ആരുടെ അടുത്ത് പറഞ്ഞൂടാ. ഇതിനെ വോട്ടിടും. നിങ്ങൾ വോട്ടിട്ടോ പറയട്ടാ, കാതിൽ പറയും. ജയിച്ചാളേ ഇടാൻ പോണേനുണ്ട്. നോക്കി കുത്തേ. ഒരു സ്ഥലത്ത് കുത്തുമ്പോ വേറെ സ്ഥലത്തൊക്കെ വരണം. അല്ല, ഒരു സ്ഥലത്ത് കുത്തുമ്പോ വേറെ സ്ഥലത്ത് വരണം. വേറെ സ്ഥലത്ത് കുത്തിയാണ് നീ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വെച്ചിട്ട് അയാളെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ വീഡിയോ കണ്ട്. ഇവിടെ ആരും വോട്ടിടാല്ല. എല്ലാവരുടെ സ്റ്റോറിയിലും കണ്ട വലിയ ക്യൂ ഒക്കെ നിൽക്കും. ഇവിടെ ആരും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ വോട്ട് നിരോധനം മെഷീനാണ്. വോട്ട് നിരോധിച്ചു. പിന്നെ അവസാനം ചിലരൊക്കെ വന്നിടുന്ന. ഇങ്ങനെ ഞാനേ ഇടുന്നു. നമ്മളൊരു പൗരനല്ല, അങ്ങനെ വന്നിടണ്ടേ. അങ്ങനെ ഞാൻ വോട്ടിട്ട്, പക്ഷെ വോട്ടിട്ട് പിങ്ക് കിട്ടിയെന്നവൻ നല്ല കിട്ടിയെന്നില്ല. എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നോക്കിയിടണം, എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള കിട്ടിയെന്നിരിക്കുന്നു. അതിലും പകുതി ഇല്ല. ചോദിക്കുമ്പോ ചെറുതായിട്ട് ഇട്ട് വരും. വോട്ടർ ഐഡിയ ജാനിച്ചാൻ അങ്ങനെ കേരളത്തിൽ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മളെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നുപോയത് ഡാൻസിനായിരിക്കും അല്ലേ? എനിക്ക് വിറവല്ലെടുക്കുന്നുണ്ട്. பாசங்கள் நேசங்கள் ஏதுமே இன்றி வாழ்ந்திடும் வாழ்க்கையோ வாழ்க்கை இல்லை. ഞാൻ ഇന്ന് പോകുന്നുണ്ട്. കേരളത്തിലെ പണിയൊക്കെ കഴിഞ്ഞു. എങ്ങനെ എനിക്ക് സങ്കടം വരുന്നു. പോവാമോ? பிரிந்தே நாம் வாழ்கின்ற போதிலும் நினைவுகள் நம்மை சேர்த்திடுமே. 2 കർച്ചീപ്പ് എടുത്ത് വെച്ച് ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയാത്തു. அழகாய் பூ பூத்திட வேண்டிய வேர்கள் நீர் ஈர்த்திடுமே. സെപ്റ്റംബറിൽ ഹാപ്പി ഇല്ലാത്ത இன்னொரு இன்னும் அது கிடைத்தாலும் கூட നമുക്ക് രണ്ടുപേരും இது போல் ஒரு சொந்தம் கிடைத்திட நான் வரம் கேட்டேன். ഡാനിച്ച അടുത്ത ലീവിന് വന്ന് ഇറങ്ങുമ്പോൾ ഈ ഫ്രെയിം ഫുൾ ആയിരിക്കും. എല്ലാവരും കാണും. ഇല്ല ഡാനിച്ച വീഡിയോയില്? പോടാ, ഞാൻ സങ്കടത്തില്ല. யார் என்ன சொன்னாலும் யார் என்ன செஞ்சாலும் சொந்தாம பண்ணாம கூட மாறும்.